നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിൽ വീണ്ടും ED റെയ്ഡ്. തൃണമൂൽ മന്ത്രി സുജിത് ബോസിന്റെ വസതിയിലടക്കം പരിശോധന. റെയ്ഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമന അഴിമതി കേസിൽ. യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ സംയുക്ത ആക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും. സംയുക്ത സൈനിക നീക്കം. ചെങ്കടലിലെ ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് തിരിച്ചടി. പിന്തുണച്ച് ഇന്ത്യ, തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച യൂത്ത് കോൺഗ്രസ്. ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ ജ്വാലയും നൈറ്റ് മാർച്ചും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ പ്രതിഷേധ മാർച്ച്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽ പാലം തുറക്കുന്നു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. കടലിന് കുറുകെ പാലം കടന്നു പോകുന്നത് 21.8 കിലോമീറ്റർ. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും. നവകേരള സദസ്സിന്റെ വിലയിരുത്തലും ഉണ്ടായേക്കും. മകരവിളക്കിലൊരുങ്ങി ശബരിമല. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗങ്ങൾ. ചരിത്ര പ്രസിദ്ധമായ പേട്ടതുള്ളൽ ഇന്ന്. പേട്ടതുള്ളുക അമ്പലപ്പുഴ, ആലങ്ങാട് സംഘങ്ങൾ. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യക്ക് വിജയ തുടക്കം. ആദ്യ മത്സരത്തിൽ അഫ്ഗാനെ തകർത്തത് 6 വിക്കറ്റിന്. ശിവം ദുബൈക്ക് അർദ്ധ സെഞ്ചുറി. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം യമനിലെ ഹൂതി വിമതർക്ക് നേരെ പ്രത്യാക്രമണം നടത്തി